എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ ഏറെ ശ്രദ്ധേയമായ വ്യത്യസ്തമായ ഒരു ആഘോഷമാണ് തിരുവാതിര ആചരണം. സാധാരണ എല്ലാ വിധത്തിലുള്ള നമ്മുടെ ഒരു പ്രാർത്ഥനകളും അനുഷ്ഠാനങ്ങളും എല്ലാം ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനും മന്ത്രജപത്തിനും മാത്രം സമയം കണ്ടെത്തുമ്പോൾ തിരുവാതിര എന്ന് പറയുന്നത് ഒരു ആഘോഷത്തിൻ്റെ കൂടെ അനുഷ്ഠാനമായാണ് സങ്കല്പിക്കുന്നത്. സാക്ഷാൽ ലോകത്തിൻ്റെ മുഴുവൻ തന്നെയും നാഥനായിരിക്കുന്ന, സാക്ഷാൽ പ്രപഞ്ചനാഥനായിരിക്കുന്ന ജഗത പിതരോ വന്ദേ പാർവതീ പരമേശ്വരോ എന്ന് പറയാം. ജഗത്തിൻ്റെ മുഴുവൻ തന്നെ മാതാപിതാക്കളായിരിക്കുന്ന പാർവതീ പരമേശ്വരന്മാരെ പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള ഏറെ വിശിഷ്ടമായ പുണ്യ ദിവസമായാണ് തിരുവാതിര കണക്കാക്കുന്നത്. ധനമാസത്തിലെ തിരുവാതിര ദിവസം ഏറെ പ്രശസ്തമാണ്. വളരെയധികം ക്ഷേത്രങ്ങളിൽ ഈ ഒരു ദിവസം വളരെയധികം അനുഷ്ഠാനങ്ങൾ, വിശേഷ പൂജാതി കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയുണ്ട്. പല ക്ഷേത്രങ്ങളിലും താന്ത്രികപരമായ ധാരാളം കർമ്മങ്ങളുമുണ്ട്. കലശപൂജ നടത്തുക, ലക്ഷാർച്ചന നടത്തുക, അല്ലെങ്കിൽ വിശേഷാൽ ഉദയാസ്താന പൂജയോ അങ്ങനെയുള്ള വിശേഷാൽ പന്തീരായിരം പുഷ്പാഞ്ജലി പോലെയുള്ള ധാരാളം പൂജകളും കർമ്മങ്ങളും ഒക്കെ നടക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. ആ ദിവസം ഒരു പ്രതിഷ്ഠാദിനമോ അല്ലെങ്കിൽ ഉത്സവമോ പോലൊക്കെ ആചരിക്കുന്ന ധാരാളം ക്ഷേത്രങ്ങളുമുണ്ട്. അപ്പോൾ അത്രയും ശിവക്ഷേത്രങ്ങളിൽ പല കാലങ്ങളിലായി ആചരിച്ചു വരുന്ന പ്രമുഖമായൊരു ദിവസമാണ് തിരുവാതിര. ശിവസഹസ്രനാമം, വേദസാര ശിവസഹസ്രനാമം എന്ന് പറയുന്ന വിശിഷ്ടമായ മന്ത്രത്തെ കൊണ്ട് ഭഗവാൻ അർച്ചന നടത്തുന്നതും ധാരാളം ക്ഷേത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഭാർഗവ ഭൂമിയായി പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ടതായി പറയുന്ന കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ധാരാളം ശിവക്ഷേത്രങ്ങളിലും ഈ ദിവസം വളരെയധികം പ്രധാനമായി ആചരിക്കുന്നു. 108 ശിവക്ഷേത്രങ്ങൾ എന്നുള്ള സങ്കല്പത്തിലും അല്ലാതെ ചില പ്രാദേശികമായ സ്ഥലങ്ങളിൽ 12 ശിവാലയങ്ങൾ എന്നൊക്കെയുള്ള രീതിയിലുമെല്ലാം ഈ ഒരു ശിവ ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ശിവരാത്രിയും തിരുവാതിരയും രണ്ടും ഏറെ വിശിഷ്ടമായ ശിവനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള പുണ്യ ദിവസങ്ങളാണ്. അപ്പോൾ ശിവരാത്രി ശിവനാണ് പ്രാധാന്യം പറയുന്നത് എങ്കിൽ തിരുവാതിര ദിവസം ജഗത പിതരോ വന്ദേ പാർവതീ പരമേശ്വരോ, ജഗത്തിൻ്റെ മുഴുവൻ തന്നെയും മാതാപിതാക്കളായിരിക്കുന്ന അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുഴുവൻ തന്നെയും സാക്ഷാൽ ആദിപരാശക്തി ആയിരിക്കുന്ന ആ ത്രിപുരസുന്ദരി ആയിരിക്കുന്ന പാർവതീ ദേവിയെയും ഭർത്താവായിരിക്കുന്ന സാക്ഷാൽ മഹാദേവനെയും ഒരുമിച്ച് പൂജിക്കുന്ന പുണ്യ ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ ഓരോ ക്ഷേത്രങ്ങളിലും ഈ വിശേഷ പൂജാരി കർമ്മങ്ങൾ നടത്തുന്നു. പഴയ കാലം തൊട്ട് തന്നെ നമ്മുടെ പൂർവികന്മാരെ ഈ ഒരു ദിവസത്തെ ദീർഘമാംഗല്യത്തിന് വേണ്ടി, കുടുംബ ഭദ്രതയ്ക്ക് വേണ്ടിയുള്ള ഒരു ആചരണമായി, വ്രതമായാണ് കണ്ടുവരുന്നത്. അപ്പോൾ തിരുവാതിര ദിവസം വ്രതമെടുക്കുന്നത് ഏറെ വിശിഷ്ടമാണ്. കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വ്രതമെടുക്കാം. അതുകൂടാതെ ദീർഘമാംഗല്യത്തിന് വേണ്ടി, അതായത് വിവാഹ ജീവിതം വളരെ സന്തോഷകരമായി വളരെ കാലം സന്തോഷത്തോടു കൂടി ആയുസ്സും ആരോഗ്യത്തോടും കൂടി എല്ലാം പോകുന്നതിന് വേണ്ടി വിവാഹിതരായ സ്ത്രീജനങ്ങൾ അവർ ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാം ശ്രേയസ്സിന് വേണ്ടി തിരുവാതിര വ്രതം എടുക്കാറുണ്ട്. പെൺകുട്ടികളെയൊക്കെ സംബന്ധിച്ച് കഴിഞ്ഞാൽ നല്ല വിവാഹം നടക്കുന്നതിന് വേണ്ടി എന്നുള്ള സങ്കല്പത്തിലും അവർ ഈ ഒരു തിരുവാതിര വ്രതം ആചരിക്കാറുണ്ട്. പുരുഷന്മാർക്കും തിരുവാതിര വ്രതം എടുക്കാം. സ്ത്രീകൾക്കോ അല്ലെങ്കിൽ പെൺകുട്ടികൾക്കോ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്കോ മാത്രമല്ല. എങ്കിലും തിരുവാതിര ഈ ഒരു ആഘോഷപ്രധാനമായി തിരുവാതിര കളി എന്ന് പറയുന്ന ആ ഒരു ആഘോഷത്തിൻ്റെ കൂടെ ചടങ്ങ് ആയതുകൊണ്ട് സ്ത്രീകൾക്കാണ് പ്രാധാന്യം എന്ന് മാത്രം. പല സമുദായങ്ങളിലും തിരുവാതിര ദിവസം സ്ത്രീകൾക്ക് തന്നെ നേരിട്ട് പൂജയും കർമ്മവും ഒക്കെ ഉണ്ട്. പുരുഷന്മാർ അവരുടെ സഹായികളായി നിൽക്കുക മാത്രമാണ് ചെയ്യുക എന്നർത്ഥം. അതായത് തിരുവാതിരയോട് അനുബന്ധിച്ച് കുളത്തിൽ മുങ്ങി കുളിച്ച് വരികയും ആ ഒരു സന്ദർഭത്തിൽ ശിവനെയും പാർവതീ ദേവിയെയും ഗണപതിയെയും സങ്കല്പിച്ചുകൊണ്ട് വിളക്ക് വെച്ച് വിശേഷാൽ നിവേദ്യങ്ങളൊക്കെ ഭഗവാന് സമർപ്പിക്കുക. എട്ടങ്കാട് നിവേദ്യം തുടങ്ങിയുള്ള ഓരോ അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ പ്രാദേശികമായി ഓരോ സ്ഥലത്തും മാറ്റങ്ങളുണ്ടാവാം. ചില സമുദായങ്ങൾ ഇന്നും അത് നല്ല രീതിക്ക് നടന്നു വരുന്നു. സാധാരണക്കാരുടെ ഇടയിൽ അത്രയും എല്ലാവരും ഒന്നും ഈ അനുഷ്ഠാനങ്ങളൊന്നും ചെയ്യാറില്ല. അവർ യഥാശക്തി വ്രതമെടുത്ത് പ്രാർത്ഥനയാണ് ചെയ്യുക. ഇപ്പം ക്ഷേത്രങ്ങളിൽ തിരുവരാണിക്കുളം പോലെയുള്ള മഹാക്ഷേത്രങ്ങളിലൊക്കെ ഈ ഒരു സന്ദർഭം ദേവിയെ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് കാണുന്നത് പോലെയുള്ള ദേവിയുടെ നടതുറപ്പ് മഹോത്സവത്തിൻ്റെ സന്ദർഭം കൂടെയാണ്. അപ്പോൾ ആ വർഷത്തിലെ ആ 12 ദിവസമാണ് ദേവിയെ നമുക്ക് നട തുറന്ന് ദർശിക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ആ സന്ദർഭത്തിലൊക്കെ അങ്ങോട്ട് ഒഴുകുന്നുണ്ട് ദേവിയെ ഒന്ന് കാണാൻ വേണ്ടി, മഹാദേവനെ ഒന്ന് കാണാൻ വേണ്ടിയെല്ലാം. വിശിഷ്ടമായ കർമ്മങ്ങൾക്കെല്ലാം പറ്റിയ ദിവസമായതുകൊണ്ട് തന്നെ നമുക്കും നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ ശ്രേയസ്സിനു വേണ്ടി ഈ ഒരു സമയം വ്രതമെടുക്കണം. മത്സ്യാംസാദി ഭക്ഷണം എല്ലാം ഒഴിവാക്കുക, ലഘുവായ ഭക്ഷണ സമ്പ്രദായങ്ങൾ സ്വീകരിക്കുക, തലേദിവസം മുതൽക്ക് തൊട്ട് തന്നെ വ്രതം ആചരിക്കുക. മകയിരത്തിൻ്റെ അന്നും തിരുവാതിരയ്ക്കും വ്രതം പൂർണ്ണമായി എടുക്കുകയും പിറ്റേ ദിവസം വ്രതം അവസാനിപ്പിക്കുകയും ചെയ്യുന്ന സമ്പ്രദായമുണ്ട്.
സന്ധ്യാസമയത്ത് മുതൽ ആരംഭിക്കുന്ന തിരുവാതിരകളി പാതിരാപ്പൂ ചൂടുക എന്ന ഒരു സങ്കല്പത്തോടു കൂടി അർദ്ധരാത്രി സമയത്തോടു കൂടി പാതിരാപ്പൂ ദശപുഷ്പങ്ങളെല്ലാം ചൂടുകയും പിറ്റേ ദിവസം രാവിലെ വരെയും ഉറക്കമൊഴിഞ്ഞ് തിരുവാതിര കളിക്കുകയും പിറ്റേ ദിവസം പ്രഭാതത്തോടു കൂടി അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ആചരണങ്ങളും ഉണ്ട്. ഇതെല്ലാം ആചാരങ്ങൾ ഓരോ നാട്ടിലും വ്യത്യസ്തമായതുകൊണ്ട് അതാത് ദേശത്തെ സമ്പ്രദായങ്ങൾ ആചരിക്കുകയേ പറ്റൂ. എങ്കിലും നമുക്ക് മഹാദേവനെയും പാർവതീദേവിയെയും ഗണപതിയെയും യഥാശക്തി നിങ്ങളുടെ വീട്ടിൽ തന്നെ വിളക്ക് കത്തിച്ച് വെച്ച് യഥാശക്തി സാധിക്കുന്നതുള്ള നിവേദ്യങ്ങൾ അവർക്ക് വേണ്ടി സങ്കല്പിച്ച ആ വിളക്കിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് സമർപ്പിക്കാം തിരുവാതിര ദിവസം. ഈ പറഞ്ഞതുപോലെ പൂർണ്ണമായ വ്രതമെടുക്കുകയും ഭക്ഷണം ഒഴിവാക്കി ലഘുഭക്ഷണം മാത്രമാക്കാൻ സാധിക്കുന്നവർ അപ്രകാരം ചെയ്യുക. പല വിധേനയുള്ള രോഗാദി വിഷയങ്ങളൊക്കെ ഉള്ളവർ അവരവരുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് ചെയ്താൽ മതി. സമീപത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അവിടെ ഇരുന്നു കൊണ്ട് പരമാവധി സമയം പൂജാതി കർമ്മങ്ങൾക്കെല്ലാം പങ്കാളികളാവുക. ശിവനെ അഭിഷേകപ്രിയോ രുദ്ര എന്നാണ് പറയുക. ശിവന് ധാരാളം അഭിഷേകങ്ങളൊക്കെ ക്ഷേത്രങ്ങളിൽ നടത്താറുണ്ട്. അപ്പോൾ ആ അഭിഷേകത്തിലൊക്കെ നമ്മൾ പങ്കാളികളാവുക. ഒരു കരിക്ക് കൊണ്ട കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് എണ്ണ കൊണ്ട കൊടുത്തിട്ടോ ഒരല്പം പാല് കൊണ്ട കൊടുത്തിട്ടോ എന്താണോ നമ്മുടെ യഥാശക്തി സാധിക്കുന്നത് അങ്ങനെയുള്ള ദ്രവ്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ആ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജകളിലൊക്കെ പങ്കാളികളാവുക. കൂവളത്തല ബില്വപത്രം ഭഗവാന് ഏറെ വിശിഷ്ടമായിട്ടാണ് പറയുന്നത്. അപ്പം നമ്മൾ വലിയ വില കൂടിയ മനോഹരമായ പുഷ്പങ്ങളൊന്നും വേണ്ട. ഒരു പിടി കൂവളത്തല കൊണ്ട് ഭഗവാന് കൊടുത്താൽ മതി, അത് ഭഗവാൻ സ്വീകരിക്കും. അപ്പോൾ കൂവളമാല ചാർത്തുന്നത് ഏറെ വിശിഷ്ടമാണ്. ചില ക്ഷേത്രങ്ങളിലെല്ലാം ഭഗവാന്റെ ശിവലിംഗത്തിൻ്റെ പുറകിലായിട്ട് ഒരു ദീപം തെളിയിക്കുന്ന ആചാരമുണ്ട്. പുറകു വിളക്ക് എന്നാണ് അതിന് പറയുക, അല്ലെ പിൻവിളക്കെന്ന് ചില സ്ഥലങ്ങളിൽ ഭാഷയായിട്ട് പറയും. ഓരോ നാട്ടിലും ഓരോ പേരാണ് പറയുക. അത് ആദിപരാശക്തി ആയിരിക്കുന്ന ദേവിയെ സങ്കല്പിച്ചുകൊണ്ട് തിരി തെളിയിക്കുന്ന ഒരു സങ്കല്പമാണ്. ചില ക്ഷേത്രങ്ങളിൽ അത് കൂടാതെ വിശേഷമായിട്ടും ഒരു ഭഗവാൻ കിഴക്കോട്ട് ദർശനമാണെങ്കിൽ പടിഞ്ഞാറ് ദർശനമായി പാർവതി ദേവിക്കും പ്രത്യേകമായ സങ്കല്പവും പൂജകളും അല്ലെങ്കിൽ വിഗ്രഹമൊക്കെ കാണും. ചിലയിടത്ത് സങ്കല്പം മാത്രമേ കാണൂ. അപ്പോൾ ഈ വിളക്ക് തെളിയിക്കുന്ന ഏറെ വിശിഷ്ടമാണ്. പിൻവിളക്ക് അല്ലെങ്കിൽ പുറകു വിളക്കിൽ എള്ളെണ്ണ ഒഴിച്ച് തെളിയിപ്പിക്കുക. ഭഗവാന്റെ അഭിഷേകത്തിന് പല വസ്തുക്കളെയും കൊണ്ട കൊടുത്ത് ആ അഭിഷേകമൊക്കെ ദർശിക്കുക. ഭസ്മാഭിഷേകം ഏറ്റവും ഗുണകരമാണ്. ഈ പുഷ്പാഭിഷേകം പല വിധേനയുള്ള പൂക്കളെ കൊണ്ടും ഭഗവാൻ അഭിഷേകം ചെയ്യാം. കൂവളത്തല ധാരാളം കൊണ്ട കൊടുത്ത് അതുകൊണ്ട് അഭിഷേകം ചെയ്യിപ്പിക്കാം. കരിക്കോ പാലോ പനിനീരോ ശുദ്ധജലം കൊണ്ടോ, അതായത് സാധാരണ ധാര എന്നൊക്കെ പറയും, അങ്ങനെയുള്ള വസ്തുക്കളെ കൊണ്ടൊക്കെ ഭഗവാൻ അഭിഷേകം ചെയ്യും. അപ്പം നമുക്ക് സാധിക്കുന്ന യഥാശക്തി വസ്തുക്കളെ കൊണ്ടെല്ലാം ഭഗവാന് അഭിഷേകം ചെയ്യിപ്പിക്കാം. വേദങ്ങളിൽ വിശിഷ്ടമായി പറയുന്ന ധാരാളം മന്ത്രങ്ങളുണ്ട്. ഈ മന്ത്രങ്ങളെ കൊണ്ടൊക്കെ ക്ഷേത്രത്തിലെ പുരോഹിതന്മാർ പൂജാരിമാർ അവർ ഭഗവാന്റെ ശിവലിംഗത്തിൻ്റെ മുകളിൽ പ്രത്യേകമായി പാത്രം വെച്ച് ധാരപാത്രം ധാരക്കിടാരം എന്നൊക്കെയാണ് പറയുക. അതിൽ വിശിഷ്ടമായിരിക്കുന്ന ഇപ്രകാരമുള്ള ദ്രവ്യങ്ങളൊക്കെ നിറച്ച് ദർഭപുല്യം കൊണ്ട് തൊട്ട് യഥാശക്തി മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കും. ശ്രീരുദ്രം ചമകം രുദ്രസൂക്തം ഇങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ ജപിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് ആ ജലം അതിൽ നിന്നും ഭഗവാന്റെ ശിവലിംഗത്തിലേക്ക് വീഴും. അതിനാണ് ധാര എന്ന് പറയുക. നമ്മളൊക്കെ ക്ഷേത്രങ്ങളിൽ ധാര വഴിപാടൊക്കെ നടത്തിയിട്ടുള്ള ആൾക്കാരാണ്. ആയുസ്സിനും ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഗ്രഹപ്പഴാദോഷങ്ങൾ അല്ലെങ്കിൽ ദശാസന്ധി ദോഷങ്ങളെ കൊണ്ടോ മോശമായിരിക്കുന്ന ഒരു ഗ്രഹസ്ഥിതികളെ കൊണ്ടൊക്കെയുള്ള ദോഷങ്ങളുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെല്ലാം സാക്ഷാൽ ഭഗവാനെയാണ്, മൃത്യുഞ്ജയമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് പറയുക. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകളുടെ ഈ ഒരു ആഘോഷം അല്ലെങ്കിൽ തിരുവാതിര എന്ന് പറഞ്ഞ ആഘോഷത്തിൽ ഭർത്താവിൻ്റെ ഒരു ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി എന്നുള്ള രീതിക്ക് പഴയ കാലം മുതൽക്ക് സ്ത്രീകൾ സുമംഗലികരായിരിക്കുന്ന സ്ത്രീകൾ ദീർഘമാംഗല്യത്തിന് വേണ്ടി എന്ന സങ്കല്പത്തിൽ ഈ ഒരു വ്രതം എടുക്കും. കാര്യം എന്താ? ആ ഭർത്താവിന് ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകുമ്പോൾ അതിൽ ഒരു സാമ്പത്തിക ഭദ്രത കുടുംബത്തിനുണ്ടാവുകയും കുട്ടികൾക്കും എല്ലാവർക്കും അതിനൊരു സംരക്ഷണവും എല്ലാം കിട്ടുന്നു എന്നുള്ള ഒരു പഴയ കാലത്തെ കാഴ്ചപ്പാടായിരിക്കാം. ഇന്നിപ്പോൾ അങ്ങനല്ല. സ്ത്രീകൾക്കും ഭർത്താവിനും പുരുഷനും സ്ത്രീക്കും എല്ലാവർക്കും തന്നെ ജോലിയോ സാമ്പത്തിക ശേഷിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ മാത്രം അതിനെ കാണണ്ട. എന്ത് തന്നെ ആയാലും എല്ലാവരുടെയും ആയുസ്സും ആരോഗ്യം, കുടുംബ അംഗങ്ങളുടെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി പരസ്പര സ്നേഹത്തോടും ഇഷ്ടത്തോടും കൂടിയുള്ള ദീർഘകാലത്തെ മാംഗല്യത്തിന് വേണ്ടിയൊക്കെയുള്ള പ്രാർത്ഥനയാണ് തിരുവാതിര എന്ന് പറയാം. അപ്പം സാക്ഷാൽ മഹാദേവൻ പാർവതി ദേവിയോട് ചേർന്നിരിക്കുന്നത് പോലെ ഒരു ശിവകുടുംബം പോലെ നമുക്കും ചേർന്നിരിക്കാനുള്ള അവസരം തരണേ ഭഗവാനെ എന്നുള്ള പ്രാർത്ഥന. അപ്പം മകയിരം ദിവസം തൊട്ട് തന്നെ വ്രതം ആചരിക്കുന്നു. എട്ടങ്ങാടി നിവേദ്യം എന്ന് പറയുന്ന വിശിഷ്ടമായിരിക്കുന്ന വസ്തുക്കളെ കൊണ്ട് സന്ധ്യാസമയത്ത് ഭഗവാന് നിവേദ്യം കൊടുക്കുന്നു. തിരുവാതിര ദിവസം യഥാശക്തി പ്രാർത്ഥനയും കർമ്മങ്ങളും ഒക്കെ ചെയ്യുന്നു. നമുക്ക് വീട്ടിലാണെങ്കിലും വിളക്ക് കത്തിച്ച് വെച്ച് ഭഗവാന്റെ നാമങ്ങളൊക്കെ ചൊല്ലാം.
ഭഗവാനെ സംബന്ധിക്കുന്ന സ്തോത്രങ്ങളോ സ്തുതികളോ ചൊല്ലാം, അഷ്ടോത്തരം ചൊല്ലാം, സഹസ്രനാമം ചൊല്ലാം. ഒന്നുമില്ല. ഓം നമ ശിവായ. പാർവതീ ദേവിയെ സങ്കല്പിച്ച് ഓം ഹ്രീം നമ. ഈ മന്ത്രജപങ്ങൾ പറ്റുന്നതിന് അത്രയും ജപിച്ചോളൂ. സാധാരണ ഏതൊരു മന്ത്രത്തിനും ഒരളവ് പറയാറുണ്ട്, 108 പ്രാവശ്യം, 1008 പ്രാവശ്യം എന്നൊക്കെ. പഞ്ചാക്ഷര മന്ത്രമൊക്കെ വളരെ ശക്തിയുള്ളതാണെങ്കിലും അതിന് ഒരു പാർശ്വഫലങ്ങളൊന്നും ഇല്ല എന്നാണ് സങ്കല്പം. മനസ്സിരുത്തി ഭഗവാനെയും ദേവിയെയും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മന്ത്രങ്ങൾ അങ്ങോട്ട് ജപിക്കുക. അത് നമുക്ക് കുടുംബത്തിനെല്ലാം ഒരു കവചമായി, സംരക്ഷണമായി നിൽക്കുന്നു എന്നാണ് സങ്കല്പം. അപ്പോൾ ആ തിരുവാതിര ദിവസത്തെ ഈ അനുഷ്ഠാനം എല്ലാവരും ചെയ്യുവാൻ ശ്രമിക്കണം. ദമ്പതി പൂജ തിരുവാതിര ദിവസം നടത്താൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. അപ്പോൾ ശിവനെയും പാർവതിയെ സങ്കല്പിച്ചുകൊണ്ട് അഷ്ടതല പത്മമോ സ്വസ്തിക പത്മമോ പത്മമിട്ട് പൂജ നടത്തുകയും ആ പൂജയുടെ ഭാഗമായി ദീർഘമാംഗല്യത്തോടു കൂടിയിരിക്കുന്ന ആൾക്കാരെ, അതായത് ഭാര്യയും ഭർത്താവുമായിരിക്കുന്ന ആൾക്കാരെ ക്ഷണിച്ചു വരുത്തി അവർക്ക് യഥാശക്തി വസ്ത്രം അല്ലെങ്കിൽ സ്വർണം അല്ലെങ്കിൽ ധനം, ഭക്ഷണമൊക്കെ ദാനം ചെയ്യുന്നൊരു സമ്പ്രദായമാണ് ഇതിൻ്റെ രീതി. പഴയ കാലത്തെ രീതിക്ക് സാമ്പത്തികമായി സാധിക്കുന്നവർ സ്വർണം കൊണ്ടുള്ള എന്തെങ്കിലും മോതിരമോ കാര്യങ്ങളൊക്കെ ദാനം ചെയ്യും, അല്ലെങ്കിൽ വസ്ത്രം ദാനം ചെയ്യും, ഭൂമി ദാനം ചെയ്യും, ഇതൊക്കെ ചെയ്യും. ഇന്നത്തെ ഒരു കാലത്തെ അവസ്ഥയ്ക്ക് അതൊന്നും സാധിക്കത്തില്ല. എങ്കിലും നമുക്ക് സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യാം. വസ്ത്രദാനം ചെയ്യാവുന്ന കാര്യമാണ്. വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പഴവർഗ്ഗങ്ങളോ ദക്ഷിണയൊക്കെ നമുക്ക് ദാനം ചെയ്യാം. ഇങ്ങനെ ദീർഘമാംഗല്യത്തോടു കൂടിയിരിക്കുന്ന ഉപാസകരായിരിക്കുന്ന സജ്ജനങ്ങൾക്ക് യഥാശക്തി ദാനം ഈ പൂജയുടെ ഭാഗമായി ചെയ്യലാണ് ദമ്പതി പൂജ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. താന്ത്രികപരമായിട്ട് പറഞ്ഞാൽ ഇവരെ പ്രത്യേകമായി ഇരുത്തി ശിവ പാർവതി സങ്കല്പത്തിൽ അവരെ പൂജിച്ചുകൊണ്ട് ആ ശിവനും പാർവതിക്കും തന്നെ ദക്ഷിണ കൊടുക്കണം എന്നുള്ള സങ്കല്പത്തിൽ അവർക്ക് കൊടുത്ത് നമസ്കരിക്കാറുമുണ്ട്. അപ്പോൾ ചില കുടുംബങ്ങളിലൊക്കെ ഈ പലവിധേനയുള്ള ദാമ്പത്യ കലഹങ്ങളും പ്രശ്നങ്ങളൊക്കെ തീരാതെ കിടക്കുക, അല്ലെങ്കിൽ മരിച്ചുപോയ പൂർവികന്മാരായിരിക്കുന്ന ആൾക്കാരുടെ ശാപദോഷങ്ങളുണ്ടെന്ന് കാണുക, അല്ലെങ്കിൽ സ്ത്രീശാപദോഷങ്ങളുണ്ടെന്ന് കാണുക. ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പ്രായശ്ചിത്തമായി ജ്യോതിഷ ആചാര്യന്മാർ ദമ്പതി പൂജ പറയാറുണ്ട്. അതിനുമെല്ലാം ഈ ഒരു സമയം ഏറ്റവും വിശിഷ്ടമാണ്. തിരുവാതിര വ്രതം എടുക്കുന്നതിനോടൊപ്പം തന്നെ ഏറെ വിശിഷ്ടമാണ് തിരുവാതിര കളി എന്ന് പറയുന്നത്. ഇത് നമുക്ക് സന്ധ്യാസമയത്ത് ആരംഭിക്കുന്ന തിരുവാതിര കളിയിലെ സാക്ഷാൽ മഹാദേവൻ്റെയും പാർവതീ ദേവിയുടെയും അതിൽ പുരാണ പ്രസിദ്ധമായിരിക്കുന്ന പലവിധേനയുള്ള കഥകളെയുമാണ് തിരുവാതിര പാട്ടുകളിലൂടെ നാം കേട്ടിരിക്കുന്നത്. അപ്പം നമ്മുടെയൊക്കെ വീട്ടിലെ പഴയ അമ്മമാരോ അമ്മൂമ്മമാരോ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ പാട്ടുകളൊക്കെ അറിയാം. അവരിൽ നിന്നും കൈമാറി ഇന്നത്തെ തലമുറയിലും ധാരാളം ആൾക്കാരിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് വെറും ഒരു ആഘോഷം എന്നുള്ളതല്ല, ഭഗവാന്റെ നാമങ്ങളെ ജപിച്ചുകൊണ്ട് ഭഗവാനിലേക്കുള്ള പ്രാർത്ഥനയോടുകൂടി ആഘോഷത്തെ ചെയ്യുന്നു എന്നാണ് എൻ്റെ സങ്കല്പം. അത് നമ്മുടെ മനസ്സിന് ശാന്തിയും സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവുന്നതിന് വേണ്ടിയും കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടിയും എല്ലാമാണ് ഈ തിരുവാതിര കളിയിൽ ഏർപ്പെടുന്നത്. അതും ചില സ്ഥലങ്ങളിൽ പിറ്റേ ദിവസം രാവിലെ വരെയും ചെയ്യുന്ന രീതിയുണ്ട്. ചിലയിടത്ത് അങ്ങനെയല്ല, രാത്രി അർദ്ധരാത്രി സമയത്ത് പാതിരാപ്പൂ ചൂടിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്യുക. അതൊക്കെ അതാത് നാട്ടിലെ ദേശ സമ്പ്രദായം അനുസരിച്ച് ചെയ്യുക. തിരുവാതിര ദിവസം ക്ഷേത്രത്തിൽ ചെയ്യാൻ പറ്റുന്ന ധാരാളം വ്യത്യസ്തമായ വഴിപാടുകളുണ്ട്. ഇവ ഓരോന്നും അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ പ്രശ്നം എന്താണോ അതിനു വേണ്ടി എന്നുള്ള രീതിക്ക് വേണ്ട ഒരു പരിഹാരങ്ങളോ കർമ്മങ്ങളോ നമുക്ക് ചെയ്യുവാൻ സാധിക്കും. അതും കൂടുതൽ ഗുണകരമാണ്. ക്ഷീരധാര, പാലുകൊണ്ട് ധാര നടത്തുന്നത് കാര്യവിജയത്തിന് വേണ്ടിയും നെയ് കൊണ്ട് ധാര നടത്തുന്നത് സർവ്വ ഐശ്വര്യത്തിന് വേണ്ടിയും, ഇളനീർധാര കരിച്ചുകൊണ്ട് ധാര നടത്തുന്നത് മനഃശാന്തിക്കും പാപശാന്തിക്ക് വേണ്ടിയും ഗുണകരമാണ്. പഞ്ചഗവ്യം കൊണ്ട് ധാര നടത്തുന്നത് പൂർവ്വജന്മ ദുരിത ശാന്തിക്ക് നല്ലതാണ്. തേൻ കൊണ്ട് ധാര നടത്തുന്നത് ശാപദോഷങ്ങളെ അകറ്റാനും, എണ്ണ കൊണ്ട് ധാര നടത്തുന്നത് രോഗശാന്തിക്കും ആരോഗ്യത്തിനും ഗുണകരമാണ്. ജലധാരയാണ് സാധാരണ നമ്മളെല്ലാം ചെയ്യാറുള്ളത്. കാര്യവിജയത്തിന് വേണ്ടി പാപശാന്തിക്ക് ഏറെ ഗുണകരമാണ്. അഷ്ടഗന്ധജലം കൊണ്ട് ധാര നടത്തുന്നത് ശത്രുദോഷ ദുരിതങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കും. പാൽപ്പായസം വഴിപാട് നടത്തുന്നത് ഐശ്വര്യത്തിനും ദാരിദ്ര്യത്തെ നീക്കുന്നതിന് വേണ്ടിയും ഗുണകരമാണ്. പായസം നിവേദിക്കുന്നത് ശത്രുദോഷ ദൃഷ്ടിദോഷങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കും. വെള്ള നിവേദ്യം നിവേദിക്കുന്നത് കാര്യവിജയത്തിനും പിതൃക്കളുടെ പ്രീതിക്കും സഹായകരമാണ്. കരിക്ക് നിവേദിക്കുന്നത് രോഗദുരിതശാന്തിക്കും ആരോഗ്യസിദ്ധിക്കും ഗുണകരമാണ്. താമ്പൂലം, അതായത് വെറ്റില അടയ്ക്കയും നിവേദിക്കുന്നത് ഭാഗ്യലബ്ധിക്കും സമാധാനത്തിനും ശ്രേയസ്കരമാണ്. ത്രിമധുരം നിവേദിക്കുന്നത് കാര്യസിദ്ധിക്ക് വേണ്ടിയും ഭയവിമുക്തിക്ക് വേണ്ടിയുമാണ്. നെയ്പായസം ധന ഐശ്വര്യത്തെയും വിദ്യാവിജയത്തെയും നമുക്ക് നൽകുന്നു. കദളിപ്പഴം നിവേദിക്കുന്നത് ആരോഗ്യലബ്ധിക്കും ഭാഗ്യം തെളിയാനും സഹായകരമാണ്. പഞ്ചാമൃതം നിവേദിക്കുന്നത് കുടുംബഭദ്രതയ്ക്കും
പൂർവജന്മത്തിലെ ദുരിതശാന്തിക്കും നമ്മെ സഹായിക്കും. ശിവക്ഷേത്രത്തിലെ വളരെ വിശിഷ്ടമായ മറ്റൊരു വഴിപാടാണ് ഭസ്മാഭിഷേകം. നമുക്കെല്ലാം അറിയാം, എപ്പോഴും ഭസ്മം വാരി ധാരാളമായിട്ട് ചുടല ഭസ്മത്തെ എടുത്ത് ദേഹം മുഴുവൻ തന്നെയും പൂശിയുള്ള ഒരു രൂപമായാണ് സാക്ഷാൽ മഹാദേവനെ നാം കാണുന്നത്. അപ്പോൾ ആ ഭഗവാന് ഭസ്മാഭിഷേകം നടത്തുന്നത് പാപദോഷ ദുരിതങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കും. അതുപോലെ തന്നെ ശംഖാഭിഷേകം ആയുർബലത്തിന് നല്ലതാണ്. ഇപ്പം ശനിദോഷം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ദശാസന്ധി സമയങ്ങൾ, ഏഴര ശനി, കണ്ടകശനി പോലെയുള്ള ദോഷ സമയങ്ങൾ, ഇങ്ങനെ എന്തെങ്കിലും രീതിയിൽ ആയുസ്സിനോ ആരോഗ്യത്തിനോ ദോഷം സംഭവിക്കാവുന്ന വിഷയങ്ങളുണ്ട് എന്ന് തോന്നിയാൽ അതിനുവേണ്ടി ചെയ്യാവുന്ന പ്രധാന വഴിപാടാണ് ശംഖാഭിഷേകം. ശംഖ് കൊണ്ട് ഭഗവാന്റെ മന്ത്രം ജപിച്ച് ധാരാളം പ്രാവശ്യം ശിവലിംഗത്തിലേക്ക് അഭിഷേകം ചെയ്യുന്ന ചടങ്ങാണ് ശംഖാഭിഷേകം. അതിന് രുദ്രസൂക്തം അല്ലെങ്കിൽ ശ്രീരുദ്രം, ചമകം, ഭഗവാന്റെ ധാരാളം മന്ത്രങ്ങൾ, ഭാഗ്യസൂക്തം, ഐകമത്യ സൂക്തം, ത്രിശുദ്ധി, സപ്തശുദ്ധി, ഇങ്ങനെയുള്ള വേദമന്ത്രങ്ങളൊക്കെയാണ് സാധാരണ ഉപയോഗിക്കുക. അതല്ലാതെ ത്രയംബകം യജാമഹേ എന്ന് പറയുന്ന വളരെ വിശ്വപ്രസിദ്ധമായിരിക്കുന്ന മഹാമൃത്യുഞ്ജയ മന്ത്രം കൊണ്ടോ ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷര മന്ത്രം കൊണ്ടോ ഒക്കെ ശംഖാഭിഷേകം നടത്താറുണ്ട്. ശിവരാത്രി ദിവസം നടത്തുന്ന പ്രാർത്ഥനകളെ പോലെ തന്നെ തിരുവാതിര ദിവസം നടത്തുന്ന പ്രാർത്ഥനകളും ഏറെ ശക്തിയുള്ളതാണ്. ശിവരാത്രി സാക്ഷാൽ മഹാദേവനെ മാത്രമായുള്ളൊരു പ്രാർത്ഥന സമ്പ്രദായമാണെങ്കിൽ തിരുവാതിര ദിവസം ശിവകുടുംബത്തെ എന്ന രീതിയിലുള്ളൊരു സങ്കല്പം തന്നെയാണ്. അതുകൊണ്ട് ശിവനെയും ആദിപരാശക്തിയായിരിക്കുന്ന പാർവതി ദേവിയും ഉണ്ണി ഗണപതിയെയും എല്ലാം ഒരേപോലെ ആവാഹിച്ച് നിവേദ്യം കൊടുക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഘട്ടമാണെന്ന് പറയാം. തിരുവാതിര പാട്ടുകളിലും ഉണ്ണി ഗണപതിയെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടുകളുണ്ട്. പഴയ കാലത്തെ സമ്പ്രദായം അനുസരിച്ച് പല ഇല്ലങ്ങളിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള സമ്പ്രദായങ്ങൾ അനുഷ്ഠാനമൊക്കെ ചെയ്തു വരുന്നിടത്തെല്ലാം ശിവനും പാർവതീദേവിക്കും ഗണപതിക്കും സങ്കല്പിച്ചുകൊണ്ട് നിവേദ്യം കൊടുക്കുന്ന സമ്പ്രദായവുമുണ്ട്. അപ്പോൾ ആ ശിവകുടുംബം എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ തന്നെ ലോകത്തിൻ്റെ മുഴുവൻ ഒരു ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് തിരുവാതിരയുടെ ഓരോ പ്രാർത്ഥനയും. ഈ ദിവസം നമുക്ക് നമ്മുടെ ഒരു ഐശ്വര്യത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ചില പ്രാർത്ഥനകളുണ്ട്. രോഗദുരിതശാന്തിക്ക് വേണ്ടി ഓം ജുംസ എന്ന മൃത്യുഞ്ജയ ബീജമന്ത്രം ജപിക്കാവുന്നതാണ്. ഓം ഹ്രീം സ്ഫുര സ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര ഘോര ഘോര തര തനുരൂപ ചട ചട പ്രചട പ്രചട കഹ കഹ വമ വമ ബന്ധ ബന്ധ ഖാദയ ഖാദയ ഹുംഭട്ട് സ്വാഹ എന്ന മന്ത്രം ശത്രുദോഷ ദൃഷ്ടിദോഷാദി ദുരിതങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി അഘോര മന്ത്രം ജപിക്കാം. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരികം യുവബന്ധനാൽ മൃത്യോർമുക്ഷീയമാമൃതാൽ. ത്രയംബക മന്ത്രം അല്ലെങ്കിൽ മഹാമൃത്യുഞ്ജയ മന്ത്രം എന്ന് പറയുന്ന ഈ മന്ത്രജപം ആയുസ്സിനും ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും നമ്മെ സഹായിക്കും. ഓം ശ്ലീം പശുഹുംഭട്ട് എന്ന പാശുപത മന്ത്രം അലസ്ത്രികളിൽ നിന്നും നമ്മെ രക്ഷിക്കും. ഏതെങ്കിലും രീതിയിലുള്ള ശത്രുദോഷ ദുരിതങ്ങൾ മാറാനും ഭാഗ്യം തെളിയാനും ഈ മന്ത്രജപം നമുക്ക് ചെയ്യാം. ഓം യോഗീശ്വരായ നമ, ഓ യോഗകർത്രേ നമ, ഓ യോഗസ്ഥായ നമ, ഓ യോഗനാഥായ നമ, ഓ യോഗാത്മനേ നമ. ഈ 5 മന്ത്രങ്ങളും ജപിക്കുന്നത് പല വിധേനയുള്ള അലസതകളും മാറാനും തടസ്സങ്ങളും മാറാനും ഭാഗ്യം തെളിയാനും ഗുണകരമാണ്. ഓം ക്ലീം ഹ്രീം ദക്ഷിണാമൂർത്തയേ തുഭ്യം വടമൂലനിവാസിനേ ധ്യാനൈകനിരതായ നമോ രുദ്രായ ശംഭവേ ഹ്രീം ഓം. ദക്ഷിണാമൂർത്തിയുടെ അത്ഭുത ശക്തിയുള്ള മന്ത്രമാണിത്. ഈ മന്ത്രം ജപിക്കുന്നത് വിദ്യാസംബന്ധമായ പുരോഗതിക്ക് നമ്മെ സഹായിക്കും. തിരുവാതിര ദിവസത്തെ വ്രത ആചരണങ്ങൾ നമ്മുടെ കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് പ്രയോജനപ്പെടട്ടെ. ദാമ്പത്യ കലഹങ്ങൾ മാറുന്നതിന് വേണ്ടിയും
വിവാഹിതരായ വ്യക്തികൾക്ക് കുടുംബ സന്തോഷപൂർവ്വം ഭർത്താവിനും കുട്ടികൾക്കും ഭാര്യയ്ക്കും എല്ലാവർക്കും സന്തോഷത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും എല്ലാം സാക്ഷാൽ പ്രപഞ്ചത്തിൻ്റെ മാതാപിതാക്കളായ പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹം നമുക്കെല്ലാം ലഭിക്കട്ടെ. വിവാഹം കഴിഞ്ഞിട്ടില്ലാത്ത ആൾക്കാരെയൊക്കെ സംബന്ധിച്ച് അനുയോജ്യമായ നല്ല വിവാഹബന്ധങ്ങൾ ലഭിക്കുന്നതിനും കുടുംബ ഭദ്രതയിലേക്ക് കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിനും എല്ലാം ഈ ഒരു അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ്. നേരം ഓൺലൈൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈ തിരുവാതിര ആചരണത്തിലൂടെ എല്ലാവിധത്തിലുള്ള ശ്രേയസ്സും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഏവർക്കും സ്നേഹപൂർവ്വം നന്ദി, നമസ്കാരം.